നമുക്ക് IDMT റിലേ, അതായത് ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേ പറ്റി പഠിപ്പിക്കാം. ഇതൊരു പ്രൊട്ടക്റ്റീവ് റിലേ ആണ്. ഇലക്ട്രിക്കൽ പവർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഓവർ കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ടിൻ്റെയും ഓപ്പറേറ്റിംഗ് ടൈമും ഇൻവേഴ്സ്ലി വേരി ചെയ്യുന്നതാണ്. അതായത് കറണ്ട് കൂടുതലാകുമ്പോൾ ടൈം കുറച്ച് മതി ട്രിപ്പ് ചെയ്യാൻ, കറണ്ട് കുറവാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും ട്രിപ്പ് ചെയ്യാൻ. ഇൻവേഴ്സ്ലി വേരി ചെയ്യാണ്. ഹയർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റിലേ ഫാസ്റ്റർ വിൽ ഇറ്റ് ഓപ്പറേറ്റ്. അതാണ് അതിൻ്റെ ഒരു. പിന്നെ അതിനൊരു ഡെഫിനിറ്റ് ടൈമിലാണ് അത് ട്രിപ്പ് ആവുള്ളത്. അതായത് നേരത്തെ പെട്ടെന്ന് ട്രിപ്പ് ആവില്ല. ഒരു നിശ്ചിത സമയത്തിന് ശേഷമാണ് ട്രിപ്പിംഗ് ആക്ഷൻസ് ഒക്കെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ടൈം റേഞ്ചിലാണ് അത് വരുള്ളൂ എന്നാണ് അത് പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് റിലേയുടെ ഓപ്പറേറ്റിംഗ് ടൈമും ഫാൾട്ട് കറണ്ട് തമ്മിലുള്ള ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. പിന്നെ ഡെഫിനിറ്റ് മിനിമം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും ഒരു മിനിമം ടൈം ലിമിറ്റ് ഉണ്ട്. അത് അതിന് മുമ്പായിട്ട് റിലേ എന്തായാലും ഓപ്പറേറ്റ് ചെയ്യില്ല. അതിന് ശേഷം മാത്രമാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ചെറിയ ചെറിയ ഫാൾട്ടൊക്കെയാണ് അതങ്ങ് ക്ലിയറായി പോകും. അല്ലെങ്കിൽ ഇത് ഫാൾട്ട് വരുമ്പോൾ തന്നെ ട്രിപ്പ് അടിക്കുക ഒരു സംഭവം ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്മിഷൻ ലൈൻ, ട്രാൻസ്ഫോമേഴ്സ്, പിന്നെ പല ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ സിസ്റ്റംസ് വേർ ഫാൾട്ട് കറണ്ട് ക്യാൻ വെരി സിഗ്നിഫിക്കൻറ്റ്. ഫാൾട്ട് കറണ്ട് പല ഫാൾട്ട് കറണ്ട് വരാൻ സാധ്യതയുള്ള സിസ്റ്റത്തിലാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ടൈം കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇത് ഗ്രാഫ് നമ്മൾ കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ ഗ്രാഫിന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പല രീതിയിലുള്ള ഗ്രാഫുകൾ വരാം. സ്റ്റാൻഡേർഡ് ഇൻവേഴ്സ് ഉണ്ട്, വെരി ഇൻവേഴ്സ് ഉണ്ട്, എക്സ്ട്രീംലി ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണമാണ് നമ്മൾ ഈ പറഞ്ഞ കർവ് സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ റിലേസിൻ്റെ അകത്തൊക്കെ നമുക്ക് ഏത് കർവ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ആ റിലേസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ കോർഡിനേഷനാണ്. ബാക്കിയുള്ള റിലേസ്, പവർ സിസ്റ്റത്തിലെ ബാക്കിയുള്ള റിലേ ആയിട്ട് ഇതിന് കോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ടൈമും കറണ്ട് സെറ്റിങ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റിലേ ഫാൾട്ട് ആവശ്യത്തിനുള്ള ഫാൾട്ടാണ് വരുന്നതെങ്കിൽ, അതായത് നമുക്ക് നമ്മുടെ ബാക്കി റിലേസിന് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഫാൾട്ട് ഇതിലേക്ക് എത്തപ്പെടുമ്പോഴാണ് ഇത് ക്ലിയർ ആവുന്നത്. അത് മാത്രമല്ല ഒരു റിലേയുടെ തൊട്ട് അടുത്തുള്ള ഫാൾട്ട്, അതായത് ഫാൾട്ടിൻ്റെ തൊട്ടടുത്തുള്ള റിലേ ആദ്യം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ടൈം ഗ്യാപ്പ്, ഡെഫിനിറ്റ് മിനിമം ടൈം കൊടുക്കുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേ പറയുമ്പോൾ ഇലക്ട്രോ മെക്കാനിക്കൽ IDMT റിലേസാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ പഴയ എനർജി മീറ്ററുള്ള പോലത്തെ ഡിസ്കുകളുടെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സെറ്റപ്പാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് വഴിയുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വരുന്നതെല്ലാം ഡിജിറ്റലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് IDMT റിലേ മാത്രമല്ല വേറെ പല സാധനങ്ങളും ഒറ്റ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ആൻഡ് ന്യൂമറിക്കൽ IDMT റിലേസ് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള, ഏത് രീതിയിലാണ് കറണ്ട് ഈ പറഞ്ഞ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വരണ്ടേ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഏത് കർവിലാണ്, ഇപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രീംലി ഇൻവേഴ്സ്, വെരി ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് കർവിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് ഫ്ലെക്സിബിളാണ് കാര്യങ്ങൾ. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഡയഗ്നോസിസും ഡാറ്റ ലോഗിങ്. അതായത് നമ്മുടെ ഇതിൻ്റെ അകത്ത് നേരത്തെ ട്രിപ്പ് ആയത് എന്തുകൊണ്ടാണ് ആ ഡാറ്റ എല്ലാം അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി പ്രാക്ടിക്കലായിട്ടുള്ള കൺസിഡറേഷൻസാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഇതിൽ സെറ്റിങ്ങിന് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ പിക്കപ്പ് വാല്യൂ, അത് കറണ്ട് ഏത് വാല്യൂവിലെത്തുമ്പോൾ പിക്കപ്പ് ചെയ്യണോ അത് പറയാം, ഫർദർ വരുന്നുണ്ട്. പിന്നെ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏത് ടൈമിലാണ് എന്നുള്ള ഒരു TMSഉം പിക്കപ്പ് വാല്യൂ, ഇത് രണ്ടാണ് മെയിൻ സാധനം. പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റെനൻസിൻ്റെ ടൈമിൽ നമ്മളിതിൻ്റെ കൃത്യമായിട്ട് ഉദ്ദേശിച്ച് ഡിസൈഡ് വാല്യൂവിൽ തന്നെ ഇത് ട്രിപ്പ് ആവുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കും. അത് റെഗുലർ ടെസ്റ്റിങ് ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് സെലക്ടിവിറ്റിയാണ്. കോർഡിനേഷൻ നേരത്തെ പറഞ്ഞല്ലോ, കോർഡിനേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. നമ്മളെ തൊട്ടടുത്തുള്ള ഫാൾട്ടാണ് ആദ്യം ക്ലിയർ ആവേണ്ടത്, ബാക്കിയുള്ള സിസ്റ്റം അല്ലെങ്കിൽ മൊത്തത്തിൽ എഫക്റ്റ് ആവരുത് സംഭവം. പിന്നെ അഡാപ്റ്റബിലിറ്റിയാണ്. ഡിഫറെൻറ്റ് ഫാൾട്ട് കണ്ടീഷനും സിസ്റ്റം റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റി റെഡിയാക്കാവുന്നുള്ളൂ. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി
ബാക്കിയുള്ളതിനേക്കാളും നമുക്ക് വിശ്വസിക്കാം ഇതിനെ. പിന്നെ അതിൽ ഡിജിറ്റലാണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അഡ്വാൻസ് വെർഷനാണ് പണ്ടത്തേക്കാളും. ഡിസ്കും കാര്യങ്ങളൊന്നും കാണില്ല, അതിൻ്റെ അകത്ത് ഫുൾ ഡിസ്പ്ലേ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് പ്രിസിഷൻ ആക്യുറസിയാണ്. ഭയങ്കര അക്യുറേറ്റ് ആവും, ഭയങ്കര കറക്റ്റ് ഫാൾട്ട് കറണ്ടും എക്സാക്റ്റ് ഓപ്പറേറ്റിംഗ് ടൈമൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് അനാവശ്യ ട്രിപ്പിംഗ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പ്രോഗ്രാമബിളായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഏത് കർവിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിപ്പെൻഡ്സ്. ഏത് കർവിൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. മീൻസ് വെരി ഇൻവേഴ്സോ എക്സ്ട്രീം ഇൻവേഴ്സ് ആണോ സ്റ്റാൻഡേർഡ് ഇൻവേഴ്സ് ആണോ, അത് ഏതിലും നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ മൾട്ടിപ്പിൾ പ്രൊട്ടക്ഷൻ ഫങ്ഷൻസ് ഉണ്ടാകും ഇതിൻ്റെ അകത്ത്. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ അല്ലാതെ അഡീഷണൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, എർത്ത് ഫാൾ പ്രൊട്ടക്ഷൻ, പിന്നെ ഫേസ് ഇൻബാലൻസും, അങ്ങനെ മൾട്ടിപ്പിൾ ഫങ്ഷനാലിറ്റീസാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ സെൽഫ് മോണിറ്ററിങ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ളത് അത് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളും അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ പുതിയ ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്കാഡ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള മോഡ് ബസ്സുകളും അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമ്മുടെ സ്മാർട്ട് ഗ്രിഡുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഉപയോഗം വരും. പിന്നെ ഡാറ്റ ലോഗിങ് അനാലിസിസ്, ഇതിൻ്റെ അകത്ത് ഡാറ്റ അവൈലബിൾ ആയിരിക്കും. ഫാൾട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം, പിന്നെ റിലേസിൻ്റെ സെറ്റിങ്സും ഓപ്പറേഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഓൺ ഓഫ് ആക്കി ഇതൊക്കെ അറിയാം പറ്റി. ഇത് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാം. എന്നിട്ട് ട്രബിൾ ഷൂട്ട്സിനും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നാൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസുകൾ ഉണ്ടാവും. LCD സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ബട്ടൺസ് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യമുള്ള എൻട്രിങ് ഒക്കെ ചെയ്യാനുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻഹാൻസ് പ്രൊട്ടക്ഷൻ ആൻഡ് കോർഡിനേഷനാണ്, ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റിവിറ്റിയാണ്, മെയിൻ്റെനൻസ് കുറവാണ്. അതായത് കൃത്യസമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സെറ്റിങ്ങിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും പഴയ ട്രഡീഷണൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നല്ല കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ, അനാവശ്യ ട്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ ഇത് ഫ്ലെക്സിബിളാണ്. പിന്നെ മെയിൻ്റെനൻസും കുറവായിരിക്കും. ഇലക്ട്രോമെക്കാനിക്കൽ റിലേയിലൊക്കെ റൊട്ടേറ്റിംഗ് ഡിസ്കൊക്കെയാണ് ഉള്ളത്. അത് പോലത്തെ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് മെയിൻ്റെനൻസ് കുറവായിരിക്കും. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ഡിവൈസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധ്യതമാവുന്ന ഒരു കാര്യമാണ് ഈ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ. അത് ഡിജിറ്റലിന് അവകാശപ്പെടാവുന്നതാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് പവർ ജനറേഷനും ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷനും ഇൻഡസ്ട്രിയൽ എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതാണിപ്പോൾ ഡിഫറെൻറ്റ് റിലേസ് വരുമ്പോഴുള്ള ഒരവസ്ഥ കാണാം. നമുക്ക് റിലേയുടെ പിക്കപ്പ് ടൈമും വൈ ആക്സിസിലും, പിന്നെ പിക്കപ്പ് കറണ്ട് എക്സ് ആക്സിസിൽ കൊടുത്തേക്ക് കാണാം. അപ്പോൾ എത്ര ആംബിയറിൽ ഇപ്പോൾ മറ്റേ റിലേ 5 എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു 2000 ആംബിയർ ആണെങ്കിൽ ലെസ് ദാൻ ഒരു 0.0001 സെക്കൻഡിലൊക്കെയാണ്. പക്ഷേ അതേ സംഭവം തന്നെ നമ്മൾ റിലേ 2 ആകുമ്പോൾ അതിൻ്റെ വർക്കിംഗ് ടൈമും പിക്കപ്പ് വാല്യൂ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല റിലേസും ഒരു നെറ്റ്വർക്കിലുള്ളപ്പോൾ പലതിനും പല ടൈമിങ്ങിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ നോർമലി നമ്മുടെ ഇതിലുള്ള മെയിൻ സെറ്റിങ്സ് കാൽക്കുലേഷന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് കറണ്ട് സെറ്റിംഗ് ഉണ്ട്. റിലേ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര മിനിമം കറണ്ട് വേണമെന്നുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ ടൈം സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ മിനിമം ടൈം റിക്വയർഡ് ഫോർ റിലേ ടു ഓപ്പറേറ്റ് ആണ്. പിന്നെ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ആണ് മറ്റേ ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്, ആ കർവിൻ്റെ ഒരു ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതിൽ ടൈം മൾട്ടിപ്ലയർ സെറ്റിങ്ങിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കർവ് എത്രത്തോളം കുത്തനെ ആയിരിക്കും എന്നുള്ളതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഹയർ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ആണെങ്കിൽ ഭയങ്കര കുത്തനെയുള്ള കർവായിരിക്കും. റിലേ ലോവർ കറണ്ടിന് ഏറ്റവും സ്പീഡിൽ ട്രിപ്പാകും. അതാണ് അതിൻ്റെ ടൈം മൾട്ടിപ്ലൈ സെറ്റിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ. അതായത് ടൈം മൾട്ടിപ്ലൈ സെറ്റിംഗ് കൂട്ടിയാൽ പെട്ടെന്ന് ട്രിപ്പാകും. അത് തിരിച്ചാണെങ്കിൽ ടൈം സെറ്റിംഗ് കുറവാണെങ്കിൽ ഫ്ലാറ്റായിട്ടൊരു കർവായിരിക്കും. റിലേ കുറച്ച് സമയം എടുത്താണ് ട്രിപ്പാകുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ലോഡും മാത്രമല്ല, ലോഡും അങ്ങനെ കുറേ ഫാക്ടേഴ്സാണ് ടൈം മൾട്ടിപ്പിൾ സെറ്റിങ്സിനെ സെലക്ട് ചെയ്യാൻ നമ്മളെ ഇത് സഹായിക്കുന്നത്.
എന്ത് ടൈപ്പ് ലോഡാണ്, മോട്ടറാണോ ട്രാൻസ്ഫോമറാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മോട്ടറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാസ്റ്റർ ട്രിപ്പിംഗ് ടൈം ഓവർലോഡ് കണ്ടീഷനിൽ വേണം ഈ ഓവർ ഹീറ്റിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതനുസരിച്ചുള്ള കർവ് ടൈം മൾട്ടിപ്ലൈ സെറ്റിംഗ് വേണം കൊടുക്കാൻ. പിന്നെ സിസ്റ്റം കോൺഫിഗറേഷൻ ഡിപ്പെൻഡൻ്റ് ആണ് എങ്ങനെയാണ് ഇതിനകത്ത് ഓരോ പവർ സിസ്റ്റത്തിലെ ഓരോ ട്രാൻസ്ഫോമറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്തേക്കണം. അത് പ്രകാരമുള്ള ഫാൾട്ട് കറണ്ടും പ്രൊട്ടക്ഷൻ റിക്വയർമെൻറ്റും റൈസ് ചെയ്യും. അത് പ്രകാരം നമുക്ക് ഈ സെറ്റിങ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സേഫ്റ്റിയാണല്ലോ പ്രധാന കാര്യം. അതിനു വേണ്ടി ഉള്ള രീതിയിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വേണം ഇത് ചെയ്യാൻ തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് 2 IDMT റിലേ ഉണ്ട്, സെയിം കറണ്ട് സെറ്റിംഗ് ആണ്, പക്ഷേ അതിൻ്റെ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ഡിഫറെൻ്റ് ആണെന്ന് വയ്ക്കുക. അതായത് ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ഡിഫറെൻ്റ് വെച്ചു, അപ്പോൾ രണ്ടിനും ഇപ്പോൾ സെയിം ഓവർലോഡ് കറണ്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് കുറവുള്ള സാധനം ഫാസ്റ്റർ ആയിട്ട് ട്രിപ്പാവും. കാരണം അതിന് ടൈമാണ് കുറവാണ്. അത് ക്വിക്ക് പ്രൊട്ടക്ഷനിൽ വേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു രീതി പ്രയോഗിക്കാം. അപ്പം നമ്മളൊരു റിലേ സെറ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ ആലോചിക്കണം നോക്കണം. ആദ്യം തന്നെ ഫാൾട്ട് കറണ്ട് നോക്കണം. അപ്പോൾ മാക്സിമം മിനിമം ഫാൾട്ട് കറണ്ട് അവിടെ വരാൻ സാധ്യതയുള്ള ഫാൾട്ട് കറണ്ട് നോക്കുക. ഫാൾട്ട് കറണ്ട് സ്റ്റഡീസ് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പേജിൽ ഫാൾട്ട് ലെവൽസ് ഉണ്ട്, വേരിയസ് ഫാൾട്ട് ലെവൽസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തൊക്കെ നമുക്ക് ഇതിന് ഉപകരിക്കും. പിന്നെ അടുത്തത് കറണ്ട് സെറ്റിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഐസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ മാക്സിമം എക്സ്പെക്റ്റഡ് ഓവർലോഡ് കറണ്ടിനേക്കാളും കുറച്ച് ഹയറായിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നോർമൽ ഇതിനേക്കാളും ഓവർലോഡ് ആവണേക്കാളും കുറച്ചും കൂടി ഹയർ വാല്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓവർലോഡ് കുറച്ചൊക്കെ ആയാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ മിനിമം ഫാൾട്ട് കറണ്ടിനേക്കാളും താഴെ ഉള്ള രീതിയിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടെന്താ റിലേ കൃത്യമായിട്ട് ഫാൾട്ടിന് മാത്രം ഓപ്പറേറ്റ് ചെയ്യും, നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ പ്രശ്നമില്ല. ഇതിനിടയിലാണ് വരുന്നത്. മിനിമം ഫാൾട്ട് കറണ്ടിനും മാക്സിമം ഓവർലോഡ് കറണ്ടിനും ഇടയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കറണ്ട് സെറ്റ് ചെയ്താൽ പിന്നെ ടൈമാണ്. എന്ത് ലോഡാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടതനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ടൈം തീരുമാനിക്കുന്നത്. പിന്നെ ടൈം മൾട്ടിപ്ലൈ സെറ്റിങ്, അതായത് ഏത് കർവാണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടി ചെയ്യണം. പിന്നെ സെറ്റിംഗ് ചെയ്ത് കറക്റ്റാണെന്ന് ലാസ്റ്റ് നോക്കുക. അനാവശ്യ ട്രിപ്പിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 ആംസിൻ്റെ സർക്യൂട്ട് ബ്രേക്കർ ഒരു മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മാക്സിമം ഓവർലോഡ് കറണ്ട് ഒരു 1.2 ടൈംസ്, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ 1.2 1.3 ടൈംസാണ് എടുക്കാറുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ 1.5 ടൈംസ് ഒക്കെ എടുക്കാറുണ്ട്. നോർമൽ കറണ്ടിൻ്റെ 1.5 വരെയൊക്കെ എടുക്കാറുണ്ട് നമ്മൾ. അപ്പോൾ അവിടുത്തെ മിനിമം ഫാൾട്ട് കറണ്ട് 500 ആണെന്ന് നമ്മൾ വേറെ രീതിയിൽ കണ്ടുപിടിച്ചെന്ന് കഴിക്കുക. അപ്പോൾ ഡിസൈഡ് ട്രിപ്പിംഗ് ടൈം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കറണ്ട് സെറ്റിംഗ് 130 വെക്കണം, ടൈം സെറ്റിംഗ് 1 സെക്കൻഡ്, പിന്നെ ടൈം മൾട്ടിപ്ലൈ സെറ്റിംഗ് 0.1 വെക്കണം. അപ്പോൾ 200ൻ്റെ അകത്തേക്ക് ട്രിപ്പ് ആവാണ്. അപ്പോൾ ആ രീതിയിൽ വെക്കണം. അപ്പോൾ ക്ലിയർ ചെയ്യും. ലോവർ ദാൻ, അതായത് ഐഡിയ മനസ്സിലായോ? അതായത് ലോവർ ദാൻ ഫാൾട്ട് കറണ്ടാണ്. മിനിമം ഫാൾട്ട് കറണ്ട് 500, അതിന് ലോവറായിട്ടുള്ള വാല്യൂ ആണ് 200. പിന്നെ പക്ഷേ ഓവർലോഡ് കറണ്ടിനേക്കാളും വലിയ വാല്യൂ ആണ്, സ്ലൈറ്റ്ലി ഹയർ ആണ്, ഒരു 80 ആമ്പയർ കൂടിയ സാധനമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ഒരു 11 kV 1600 kVA ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഫുൾ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 kVA ഡിവൈഡ് ബൈ √3 × 11 kV ആണ്. ഇപ്പോൾ ഒരു ഏകദേശം 85 ആമ്പയർ വരും. അപ്പോൾ നമ്മൾ ഇനി എൻ്റെ ഹയർ ദാൻ അതിൻ്റെ ഫുൾ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 1.25 ടൈംസ് എടുത്തു, 105.6 സംതിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഓവർലോഡ് കറണ്ട്. ഇനി അടുത്ത ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ആണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫോമറിനൊക്കെ പൊതുവേ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് 5 ആണ് നമ്മൾ പൊതുവേ കൊടുക്കാറുള്ളത്. ഇത് വെറുതെ ഒരു എക്സാമ്പിൾ കേട്ടോ. നമ്മളിപ്പോൾ ട്രിപ്പ് ചെയ്യാൻ വേണ്ടി 500 ആണെങ്കിൽ 3 സെക്കൻഡ് ട്രിപ്പാണ്, 1000 ആണെങ്കിൽ 1 സെക്കൻഡ്, 2000 ആണെങ്കിൽ 0.5 സെക്കൻഡ്സിൽ. അപ്പോൾ ഇത് 2-3 പോയിൻറ്റ്സാണ് അതിൻ്റെ അകത്ത് ഗ്രാഫിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം
കറണ്ടിൻ്റെ വാല്യൂ കൂടുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈസ് ടൈമിൻ്റെ ഇത് കുറഞ്ഞു വന്നതും കാണാം. ഇനി എർത്ത് ഫാൾട്ടിൻ്റെ ഇതിനു വേണ്ടിയാണ് യൂസ് ചെയ്യണതെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു വേരിയേഷനാണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 1600 kV ട്രാൻസ്ഫോമർ തന്നെ ഇപ്പോൾ 85.4 ആംപിയർ വരുന്നുണ്ട്. ഇപ്പോൾ എർത്ത് ഫാൾട്ടിന് വേണ്ടി പൊതുവേ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു 10-20% ഓഫ് ദ ഫുൾ ലോഡ് കറണ്ടാണ്. ഇപ്പോൾ 84.5 ആംപിയറിന് 10% എന്ന് പറഞ്ഞാൽ 84.5ന് 10% എന്ന് പറഞ്ഞാൽ 8.45. അപ്പോൾ ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യണേ. ഇപ്പോൾ സാധാരണ ടിപ്പിക്കലി നമ്മുടെ ടൈം മൾട്ടിപ്ലൈ സെറ്റിംഗ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന 0.5 ആണ് എർത്ത് ഫാൾട്ടിൻ്റെ കേസിൽ. ഒരു ലോവർ വാല്യൂവിൽ കൊടുത്താലാണ് മാക്സിമം പെട്ടെന്ന് ട്രിപ്പ് ആവുന്നത്. എർത്ത് ഫാൾട്ടിൻ്റെ പോലത്തെ ഒരു എക്സാമ്പിളാണ്. 5 ആംപിയർ ആണെങ്കിൽ 3 സെക്കൻഡ്, 10 ആംപിയർ ആണെങ്കിൽ 1 സെക്കൻഡ്, 20 ആംപിയർ ആണെങ്കിൽ 0.5 സെക്കൻഡ്സ്.